ആ രേഖയിലാണ് വിജയന് ഈ കേസുമായി നാഭീനാള ബന്ധമുണ്ട് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിക്കുന്ന മൊഴി അതിനകത്ത് വന്നിട്ടുള്ളത്. അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ വിജയന് സമൻസ് കൊടുക്കുക എന്നുള്ളതാണ്. വിജയനെ ചോദ്യം ചെയ്യാൻ വിജയന് സമൻസ് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അത് ഏത് ദിവസവും ഉണ്ടാവാം ഇവൾക്ക് കൊടുത്തത് എന്ന് വരുമ്പോൾ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്തേക്ക് പിണറായി വിജയൻ എത്തുന്നു എന്നുള്ളതാണ്. നമസ്കാരം. 1.5 വർഷങ്ങൾക്ക് മുൻപ് കേരള നിയമസഭയിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനോട് മാത്യു കുഴൽനാടൻ MLA പിണറായി വിജയൻ്റെ മകൾ വീണയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അന്ന് പിണറായി വിജയൻ യാതൊരു ഉളുപ്പുമില്ലാതെ പറഞ്ഞത് ഈ കഴികൾ ശുദ്ധമാണ്, മകളെക്കുറിച്ച് പറഞ്ഞാൽ അങ്ങ് തളർത്താമെന്ന് കരുതിയോ എന്നൊക്കെയാണ്. ആ അഭിനയം അന്തം കമ്മികൾ പോലും വിശ്വസിച്ചു എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ശശിധരൻ കർത്ത 2024 തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഈ 2,78,00,000 രൂപ കൊടുത്തത് എന്ന് ഇഡിക്ക് നൽകിയ മൊഴിയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അന്വേഷണം പിണറായി വിജയനിലേക്ക് തന്നെ എത്തുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. 2024 തന്നെ കർത്ത ഈ ഒരു മൊഴി കൊടുത്തിരുന്നു. പക്ഷേ അത് പുറത്തു വരാൻ 2026 ആകേണ്ടി വന്നു. അതിൽ നമുക്കറിയാം 2023 ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു വിധിന്യായം പുറത്തു വന്നപ്പോഴാണ് ഈ മാസപ്പടി കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കേസ് ഉത്ഭവിക്കുന്നത്. ആ ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിൽ കൃത്യമായി പറഞ്ഞിരുന്നത് കൊച്ചിയിലുള്ള കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കരിമണൽ ഖനനം നടത്തുന്ന ആ കമ്പനിയിൽ നിന്ന് 2017 മുതൽ ഒരു 3-4 വർഷക്കാലം ഒരു സേവനവും ചെയ്യാതെ, ഒരു സേവനവും അങ്ങോട്ട് കൊടുക്കാതെ 1,72,00,000 രൂപ അവർ വാങ്ങിയിരുന്നു എന്നുള്ള വിവരം 2019 CMRL ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയതിനിടയ്ക്ക് കണ്ടുപിടിക്കപ്പെട്ടു എന്നുള്ള വിഷയമാണ് ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഈ ഓർഡറിൽ അന്ന് 2023 6 മാസം വന്നത്. എന്നാൽ മാത്രമല്ല അതിനകത്ത് വേറെ ചില കാര്യങ്ങളോട് പറഞ്ഞിരുന്നു. ഇവർ സേവനം കൊടുത്തിട്ടില്ല എന്ന് CMRL ഉദ്യോഗസ്ഥന്മാരുടെ മൊഴി ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല ഒരു സുപ്രധാന രാഷ്ട്രീയ നേതാവിൻ്റെ മകളായതുകൊണ്ടാണ് ഇവർക്കിത് ലഭിച്ചത് എന്നുള്ള പരാമർശം അതിലുണ്ടായിരുന്നു. മാസപ്പടി വാങ്ങിയ പലരുടെയും പേരുകൾ അതിനകത്തുണ്ടായിരുന്നു. അതിനകത്ത് PV സമം പിണറായി വിജയൻ എന്നും ഉൾപ്പെടെ അതിനുള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലാണ് ഈ മാസപ്പടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ കേസിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ ആ ചർച്ചയെ പ്രധാനമായും 2 തരത്തിലാണ് ഈ CPM-കാരൻ ന്യായീകരിച്ചിരുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത് ഇങ്ങനൊരു ഇടപാടിൽ അസ്വാഭാവികമായി ഒന്നുമില്ല, ഇത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്, ഇത് വളരെ സുതാര്യമാണ്, ഇത് സേവനം കൊടുത്തതിന് കിട്ടിയ റെമ്യൂണറേഷനാണ്, ഇത് ബാങ്ക് വഴിയാണ് ഈ പണം വന്നിട്ടുള്ളത്, അതിന് GST കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു എൻ്റർപ്രനർ ആവുന്നൊരു എന്താണ് തടസ്സം എന്നൊക്കെയുള്ള നിലയിലുള്ള വാദങ്ങൾ അന്ന് ഉയർത്തിയിരുന്നു. 2 അവർ ഉയർത്തിയിരുന്ന പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത്, പിന്നീട് ഒരു ഘട്ടത്തിൽ ഒരു ഉയർത്തിയ വാദം എന്ന് പറയുന്നത്, ഇത് മകളുടെ ഇടപെടലാണെങ്കിൽ മകൾ കൈകാര്യം ചെയ്തു, അതായത് അച്ഛനെന്താണ് കാര്യം എന്നുള്ള ചോദ്യമാണ് പിന്നീട് ഒരു അവർ ചോദിച്ചത്. പക്ഷേ ഈ മാസപ്പടി കേസ് ഉയർന്നു വന്ന സമയം മുതൽ തന്നെ തലയ്ക്കകത്ത് ആൾതാമസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം ആയിരുന്നു. എന്താണ്? വിജയൻ്റെ മകളായതുകൊണ്ടാണ് വിജയന് ഈ പണം അവർ കൊടുത്തത്. അത് വളരെ സാമാന്യം യുക്തിക്കനുസരിച്ച് ചിന്തിക്കുന്നവർക്ക് പോലും അത് ക്ലിയർ ആണല്ലോ. അതെ. കാരണം വിജയൻ്റെ മകളല്ലെങ്കിൽ ഇവർക്ക് എന്തിനാണ് ഇയാൾ പൈസ കൊടുക്കേണ്ട കാര്യം എന്താണ്? സിമ്പിളാണ്. വിജയൻ്റെ മകൾക്ക് ഈ പണം കൊടുക്കുന്ന സമയത്ത് വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു. കരിമണൽ ഖനനം കേന്ദ്രത്തിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായി ശശിധരൻ കർത്ത നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കത് ക്ലിയർ ആയിരുന്നു, ഇത് വിജയൻ്റെ മകളായതുകൊണ്ടാണ്. പക്ഷേ CPM-കാർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. 2026 മെയ് 27 വിജയൻ്റെയും മകളുടെയും വീട്ടിൽ തിരുവനന്തപുരത്ത് റെയ്ഡ് നടക്കുന്ന സമയത്ത് CPM-കാർക്ക് സംഗതി ഇത്തിരി പാളിപ്പോകുമെന്ന് മനസ്സിലായി. അവരെ ഈ മകളെ പിന്തുണയ്ക്കുന്ന ഈ പണി ഏതാണ്ട് അവസാനിപ്പിച്ചിട്ട് അവർ പറഞ്ഞു, അത് മകളാണെങ്കിൽ മകളത് നോക്കിക്കോളും, അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മകൾ നോക്കിക്കോളും, പക്ഷേ അച്ഛൻ ഇതിനകത്ത് യാതൊരു പങ്കുമില്ല
അതെ. വിജയൻ ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. വിജയനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ചോദ്യം ചെയ്തിട്ടില്ല. വിജയന് പങ്കുണ്ടെന്നുള്ളതിന് വല്ല മൊഴിയുണ്ടോ? ഇല്ല. വിജയൻ പങ്കുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് വല്ല രേഖകളുണ്ടോ? ഇല്ല. ഇതൊന്നുമില്ലാതെ വിജയനെ ഇതിനകത്ത് പങ്കാളിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്നുണ്ട്. അത് രാഷ്ട്രീയ എതിരാളികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന നീക്കമാണ്. അതിനെ ഞങ്ങൾ അതിശക്തമായി നേരിടും എന്നൊക്കെ പറഞ്ഞു CPM-കാർ ഈ അടുത്ത കാലത്ത്. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മാസപ്പടി കേസുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങളുടെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ആ നടപടിക്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ നടപടിക്രമം? നമ്മളൊന്ന് നോക്കിയേ. മെയ് 26 അവർ പിന്നെ ഈ വിജയൻ്റെ മകളുടെ വീട്ടിൽ ഉൾപ്പെടെ 12 സ്ഥലത്ത് റെയ്ഡ് നടത്തി. അവിടുന്ന് വരെ രേഖകളും ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളൊക്കെ അവർ പിടിച്ചെടുത്തു. അതിനുശേഷം അവർ SFIO പിന്നെ എറണാകുളത്ത് പിന്നെ അഡീഷണൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്തിരുന്ന കേസിൻ്റെ രേഖകൾ എല്ലാം അവർ വാങ്ങിച്ചു. അത് എല്ലാം വിശദമായി പഠിച്ചതിന് ശേഷം ആദ്യം വിജയൻ്റെ മകൾ വീണ എറണാകുളത്ത് വിളിച്ച് അവർ ചോദ്യം ചെയ്തു. അതിനുശേഷം വീണ്ടും ഈ വിധികളെല്ലാം ഈ രേഖകളെല്ലാം പഠിച്ചതിന് ശേഷം രണ്ടാമത് ഒന്നുകൂടി അവരെ വിളിച്ച് അവിടെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തതിന് ശേഷം അവരുടെ അടുത്ത ഘട്ടം എന്തായിരുന്നു? ഇവരുടെ കയ്യിൽ ഇവരുടെ ലോക്കറുകൾ പരിശോധിക്കുക എന്നുള്ളതായിരുന്നു അടുത്ത ഘട്ടം. അവരത് പരിശോധിച്ചു. ബാങ്ക് ലോക്കർ അവർ പരിശോധിച്ചു. അതിനുശേഷം ഇവരുടെ 1-2 സ്വത്തുക്കൾ കണ്ണൂരിലുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കി. അവിടെ ചെന്ന് അത് കണ്ടു. അത് ഒക്കെ അവർ പരിശോധിച്ചു. പരിശോധിച്ചതിന് ശേഷം അവരെന്ത് ചെയ്തു? ഇത് കണ്ടുകെട്ടുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ ഈ സ്വത്ത് കണ്ടുകെട്ടലുമായി ബന്ധപ്പെട്ട നടപടിക്രമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ സ്വത്ത് കണ്ടുകെട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ സ്വത്ത് ഏതാണെന്ന് കണ്ടുപിടിച്ചത് കണ്ടുകെട്ടാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിൽ ഒരു അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഉണ്ട്. ആ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ ഇത്രയാളുടെ ഇന്ന സ്വത്ത് കണ്ടുകെട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവർ ഹർജി സമർപ്പിക്കും. ഹർജി സമർപ്പിച്ച് കഴിയുമ്പോൾ സ്വത്ത് എൻ്റെ ആണെങ്കിൽ എനിക്ക് അവിടെ ചെന്ന് അത് എന്തുകൊണ്ട് കണ്ടുകെട്ടണ്ട എന്ന് പറഞ്ഞ് എനിക്ക് വാദിക്കാൻ കഴിയും. ആ വാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വത്ത് കണ്ടുകെട്ടണം വേണ്ടിയെന്ന് തീരുമാനിക്കും. അപ്പോൾ ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഡൽഹിയിലുള്ള ഈ സ്വത്ത് കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുന്നിൽ 21 പേജുള്ള ഒരു രേഖ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചു. ആ രേഖയിലാണ് വിജയന് ഈ കേസുമായി നാഭീനാള ബന്ധമുണ്ട് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിക്കുന്ന മൊഴി അതിനകത്ത് വന്നിട്ടുള്ളത്. ആ മൊഴി എവിടെ നിന്നാണ് വന്നത്? ആ മൊഴി വന്നത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതി, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് CMRL MD ആയിട്ടുള്ള ശശിധരൻ കർത്ത. അതെ. അയാളാണ് കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 182 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന് പറഞ്ഞിട്ട് ഈ റിപ്പോർട്ടിനകത്തുള്ളത്. അയാൾ 17/4/2024 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൊടുത്ത മൊഴി ഇപ്പോൾ അവർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ആ മൊഴിയിലാണ് രണ്ട് കാര്യങ്ങൾ അയാൾ പറയുന്നത്. 2,78,00,000 രൂപ വീണ വിജയന് കൊടുത്തു. ആ കൊടുത്തതിന് പകരമായി ഒരു സേവനവും അവർ നൽകിയിട്ടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പറയുന്നത്, സേവനമൊന്നും നൽകാതെ അവർക്ക് 2,78,00,000 രൂപ കൊടുക്കാൻ കാരണം അവരുടെ അച്ഛൻ പിണറായി വിജയനുമായിട്ടുള്ള സ്വകാര്യ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ രണ്ട് മൊഴികളും 17/4/2024 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ശശിധരൻ കർത്ത കൊടുത്ത മൊഴിയാണ്. അപ്പോൾ ഈ മൊഴി ഇതുവരെ പുറത്തു വരാതിരുന്ന എന്താണെന്നുള്ള ചോദ്യം സ്വാഭാവികമായും വരാം. അതാണ് 2 വർഷത്തോളം അതിനകത്ത് വലിയ കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മൊഴി കൊടുത്തതിനെ തുടർന്നിട്ടാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം മരവിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് വിജയൻ കോടതി പോയി. ഡൽഹി ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതിയായിട്ടല്ല, കേരള ഹൈക്കോടതിയിലൊക്കെ, കേരള ഹൈക്കോടതിയിലാണ് പ്രധാനമായും. അപ്പോൾ അതുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അതിനുശേഷം ആ കേസിൽ ഇപ്പം സ്റ്റേ വെക്കേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് പോകും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ വിജയന് ഈ കേസിലുള്ള കൃത്യമായിട്ടുള്ള ബന്ധം ഈ മൊഴിയിലൂടെ പുറത്ത് വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ മൊഴിയിലൂടെ ഈ കേസിലെ പ്രഭവ സ്ഥാനത്തേക്ക് വിജയൻ വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം വിജയനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്താണ് വിജയൻ്റെ മകൾക്ക് പണം കൊടുത്തത് എന്ന് പറയുമ്പോൾ വിജയനാണ് ഇതിനകത്ത് പ്രധാന കഥാപാത്രം എന്ന് വരുന്നു. വിജയനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത് വിജയൻ്റെ മകൾക്ക് പണം കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്കും വിജയനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി എന്താണ് വിജയനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത് മകൾക്ക് പണം കൊടുക്കുന്നത്? കൈക്കൂലിയാണ്. അവിടെ നമ്മൾ നോക്കുമ്പോഴാണ് വിജയനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നതാണ് വിജയനാണ് കരിമണ കർത്താവിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്.
അതെ, അഴിമതി എന്നുള്ളതല്ല, വിജയൻ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്കുള്ള പ്രതിഫലം മകൾക്ക് കൊടുക്കുന്നു എന്ന് വരുമ്പോൾ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്തേക്ക് വിജയൻ വരുന്നു. കാരണം വിജയൻ ചെയ്തു കൊടുത്തിട്ടുള്ള ആനുകൂല്യങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ മകൾക്ക് കിട്ടുന്നത്. അപ്പൊ മകൾ രണ്ടാം പ്രതിയൊക്കെ ആയിട്ടേ വരുന്നുള്ളൂ. വിജയനാണ് പ്രധാനപ്പെട്ട പ്രതിയായി വരുന്നത്. അപ്പൊ എന്താണ് വിജയൻ ചെയ്തു കൊടുത്തത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? കരിമണൽ കർത്താവിന് കരിമണൽ കമ്പനിയുടെ ഭാഗമായി കരിമണൽ ഖനനം അനുസ്യൂതം നടത്താനുള്ള അനുവാദം അച്ഛനായിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തി കൊടുത്തതിൻ്റെ പാരിതോഷികമായിട്ടാണ് മകൾക്ക് പണം കൊടുത്തത്. എന്താ സംഭവിച്ചത്? 4-5 വർഷങ്ങൾ അല്ലെങ്കിൽ 8 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കരിമണൽ ഖനനത്തിൻ്റെ മേഖലയിൽ സ്വകാര്യ കമ്പനികൾ പ്രവർത്തിക്കുന്നത് നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവ് 6-7 വർഷം ഈ കരിമണൽ കർത്താവിന് വേണ്ടി ആ ഉത്തരവ് മാറ്റിവെച്ച് കരിമണൽ കർത്താവിന് കരിമണൽ ഖനനം നടത്താനുള്ള അനുവാദം അച്ഛനായിട്ടുള്ള പിണറായി വിജയൻ നൽകിയതിനുള്ള പാരിതോഷികമായിട്ടാണ് ഇവൾക്ക് കൊടുത്തത് എന്ന് വരുമ്പോൾ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്തേക്ക് പിണറായി വിജയൻ എത്തുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി വിജയനെതിരെ എന്താണ് രേഖ, വിജയനെതിരെ എന്താണ് മൊഴി, വിജയനെതിരെ ഇതിനകത്ത് എന്താണ് പങ്കുള്ളത് എന്നൊക്കെ ഉള്ള ഈ CPM-കാരൻ്റെ ഈ വാദം അടപടലം പൊളിഞ്ഞു വീഴുകയാണ് എന്നാണ് നമ്മൾ. അല്ല, CPM-കാരുടെ വാദത്തിനെ കുറിച്ച് നമുക്ക് പറയേണ്ടതില്ല, കാരണം അവരുടെ ഒരു വാദത്തിൻ്റെ ഒരു ശക്തിയും ഒക്കെ നമുക്കറിയാം. പക്ഷേ ഇനി പിണറായി വിജയൻ ഇത്രയും കാലം നിഷേധിക്കുകയായിരുന്നു. ഇപ്പോൾ മിനിഞ്ഞാന്ന് പോലും പത്രലേഖകരുടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പറഞ്ഞത് കമല ഇൻ്റർനാഷണലൊക്കെ വിട്ടോ എന്നുള്ളതാണ്. കാരണം വീണയ്ക്ക് മറ്റൊരു കമ്പനി കൂടി ഉണ്ട് എന്നുള്ള വിവരം പുറത്തു വന്ന് മാധ്യമപ്രവർത്തകർ ആ ചോദ്യം ചോദിച്ചപ്പോഴാണ് കമല ഇൻ്റർനാഷണലൊക്കെ വിട്ടോ എന്നുള്ള മറുചോദ്യം ചോദിച്ചുകൊണ്ട് പിണറായി വിജയൻ അവിടെ നിന്ന് തടിതപ്പിപ്പോയത്. അപ്പോൾ ഇനി എന്തായിരിക്കും ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അല്ല, ഇനിയിപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട നടപടി എന്ന് പറഞ്ഞാൽ വിജയൻ ഇതിനകത്ത് ബന്ധമുണ്ട് എന്നുള്ളത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ മുന്നിലുണ്ട് എന്ന് വന്നിരിക്കുന്നു. വിജയൻ്റെ മകൾക്ക് ഒരു സേവനവുമില്ലാതെ പണം കൊടുത്തത് വിജയൻ്റെ മകളായതുകൊണ്ടാണ് എന്നും വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ വിജയന് സമൻസ് കൊടുക്കുക എന്നുള്ളതാണ്. വിജയനെ ചോദ്യം ചെയ്യാൻ വിജയന് സമൻസ് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതേത് ദിവസവും ഉണ്ടാവാം എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. സ്വാഭാവികമായും വിജയനെ സമൻസ് കൊടുത്ത് വിജയനെ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാൻ പോകുന്നത് എന്താ? വിജയന് മുമ്പിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, വിജയനെ നിസ്സഹകരിക്കാം, അല്ലെങ്കിൽ വിജയന് ഈ കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറയാം. രണ്ടാണെങ്കിലും ചെകുത്താനും കടലിനും ഇടയ്ക്ക് പെട്ടു എന്ന് പറയുന്ന പോലെയാണ്. അല്ല, നിസ്സഹകരിക്കുമ്പോൾ വിജയനെ എന്തായാലും കായികമായി കൈകാര്യം ചെയ്യാൻ ഇടിക്ക് എന്തായാലും കഴിയില്ല. അല്ല നിസ്സഹരിച്ച് കഴിഞ്ഞാൽ വിജയനെ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. കാരണം ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആക്ട് ഉണ്ട് 2004. അത് വളരെ കടുപ്പമുള്ളൊരു ആക്ടാണ്. അതിന് ഈ അന്വേഷണ ഏജൻസികൾക്ക് വലിയ തോതിലുള്ള അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജാമ്യം കിട്ടാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. പക്ഷേ പിണറായി വിജയന് 19-22 വയസ്സുള്ളത് കൊണ്ട് ആദ്യ ചോദ്യം ചെയ്യലിലൊന്നും അവർ പിടിച്ച് അറസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷേ വിജയനേക്കാൾ പ്രായമുള്ള ലല്ലു പ്രസാദ് യാദവിനെയൊക്കെ അറസ്റ്റ് ചെയ്ത ചരിത്രമുണ്ട്. ചരിത്രമുണ്ട്. ഹരിയാനയുടെ മുഖ്യമന്ത്രി ആയിരുന്ന ചൗട്ടാല ജയിലിൽ കിടന്ന് ചത്തതിൻ്റെ ചരിത്രമുണ്ട്. ഒക്കെ അവിടെ നിൽക്കട്ടെ. എന്നിരുന്നാലും പിണറായി വിജയന് പ്രായമുള്ളതുകൊണ്ടും ഈ കാലൊക്കെ പഴുത്തിരിക്കുന്നതുകൊണ്ടും രോഗിയൊക്കെ ആയതുകൊണ്ടും വിജയനെ ആദ്യം ചോദ്യം ചെയ്യുമ്പോൾ നിസ്സഹരിച്ചാലും വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഈ ഓംപ്രകാശ് ചൗട്ടാലയ്ക്കും ലാലു പ്രസാദിനും ഇല്ലാത്ത മറ്റൊരു മിടുക്ക് വിജയനുണ്ട്. കാരണം എന്തിനേയും സ്വാധീനിക്കാനുള്ള ഒരു കഴിവ് വിജയനുണ്ട്. അത് ഏത് തരത്തിലായിരുന്നു? അല്ല, അതിനിയില്ല. അതെല്ലാം കഴിഞ്ഞു പോയി. ആ ഘട്ടമെല്ലാം കഴിഞ്ഞു പോയി. അതൊക്കെ കഴിഞ്ഞ 10 വർഷമായിരുന്നപ്പോൾ ഉള്ള ഘട്ടമാണ്. ഇപ്പോൾ ഉള്ള ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 10, 15, 20, 25 പടി താഴോട്ടിറങ്ങുന്ന ഘട്ടം. റെയിൽവേ സ്റ്റേഷനിൽ പോയി ഈ ഇരുമ്പ് ഇരിക്കുന്ന ആ ഒരു ഘട്ടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു അവസാന റീല്. അല്ല, ഇപ്പൊ റബ്ബർ ഷൂ പോലും വേണ്ട. മുമ്പൊക്കെ ആണെങ്കിൽ ഈ ചെളിയിലെ അവിടെ റബ്ബർ ഷൂ വേണം. ഇപ്പൊ അത് വേണ്ട, വള്ളിച്ചെരുപ്പ് മതി. എന്ന് മാത്രമല്ല, അന്ന് ഈ റബ്ബർ ഷൂ ഒക്കെ വലിച്ചു കയറ്റിയിട്ട് കൊടുക്കാനും ആളുണ്ടായിരുന്നു. അന്നിപ്പം അന്നെന്ന് പറഞ്ഞാൽ 10-40 വണ്ടികളിൽ നടക്കാനുണ്ടായിരുന്നു. പോലീസുകാർ ഇരിക്കാൻ പറഞ്ഞ കിടക്കുന്നവരുണ്ടായിരുന്നു. ഇന്ന് പോലീസുകാർ പോലും കണ്ടു കഴിഞ്ഞാൽ പട്ടിയുടെ വില പോലും കൊടുക്കാത്തൊരു ഘട്ടമാണുള്ളത്. മനസ്സിലായി? അപ്പം അതുകൊണ്ട് ഇന്നിപ്പം വള്ളിച്ചെരുപ്പ് പോലും ഇട്ട് കൊടുക്കാൻ ആളില്ലാത്തൊരു ഘട്ടമാണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇയാൾ ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ നിസ്സഹരിച്ചാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇയാൾക്ക് ഒരു ആനുകൂല്യം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 1-2 പ്രാവശ്യമൊക്കെ ചോദ്യം ചെയ്തിട്ടും ഇയാൾ നിഷേധിക്കുകയാണെങ്കിൽ പിന്നീട് അടുത്ത പണിയിലേക്ക് അവർക്ക് പോകേണ്ടി വരും. കേരളത്തിൽ ഇതിനു മുമ്പ്
ബാലകൃഷ്ണപിള്ള ഏതാണ്ട് ഈ പ്രായത്തിലാണ് ജയിലിൽ കിടന്നിട്ടുള്ളത്. 1.5 വർഷം കിടന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ സംഭവമുണ്ട്. വിജയൻ എന്തായാലും കേരളത്തിൽ നിന്ന് ആദ്യമായി ജയിലിൽ പോകുന്ന ആളെന്നുള്ള ഒരു റെക്കോർഡ് വിജയന് കിട്ടിയില്ല. രണ്ടാമത് അല്ല, ആദ്യമായി പോകുന്ന ഒരു മുഖ്യമന്ത്രി എന്നുള്ള അത് കിട്ടും. മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി, പ്രതിപക്ഷ നേതാവ്, പോളിറ്റ് ബ്യൂറോ മെമ്പർ, അങ്ങനെ അത് കിട്ടും. പക്ഷെ ആദ്യത്തെ ആളെന്നുള്ളത് കിട്ടിയില്ല. രണ്ടാമത്തെ ആളെന്നുള്ളത് കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇനി വിജയൻ ഇതെല്ലാം സമ്മതിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിജയൻ അത് വീണ്ടും പ്രശ്നമാണ്. വിചാരണ കഴിഞ്ഞാലും ജയിലിൽ പോകേണ്ടി വരും. അപ്പോൾ വിജയനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ പോകേണ്ടി വരും എന്നുള്ളത് ഏതാണ്ട്. അല്ല, അത് ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ. കാരണം വിജയനെ സംബന്ധിച്ചിടത്തോളം വിജയൻ ഇപ്പോൾ 80-82 വയസ്സെന്തോ ആയി. അപ്പോൾ ഈ കേസുകളുടെ നടപടിക്രമങ്ങളുടെ കാലതാമസം നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആരോഗ്യസ്ഥിതിയും മറ്റ് കാര്യമൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടാം പ്രതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇല്ല, അങ്ങനെ വരണം നിർബന്ധമില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോൾ കുറ്റപത്രം കൊടുത്ത വിചാരണയാണ്. സുപ്രീം കോടതിയിൽ ഒരു ഉത്തരവുണ്ട്, ഈ ജനപ്രതിനിധികളുടെ വിചാരണ അഴിമതി കേസിലെ വിചാരണയൊക്കെ 6 മാസം തീർക്കണമെന്ന് പറഞ്ഞ ഉത്തരവുണ്ട്. സുപ്രീം കോടതിയിൽ അങ്ങനെ പല വിധിയുണ്ട്. 2023 എന്ത് വന്നാലും സെപ്റ്റംബർ 13-ാം തീയതി ലാവ്ലിൻ കേസ് പരിഗണിക്കണമെന്ന് പറഞ്ഞതാണ്. 2026 ആയി. അല്ല, അതുണ്ട്. പക്ഷെ എല്ലാത്തിലും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലായിടത്തും നല്ലതും ചീത്തയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ലാവ്ലിൻ കേസിൽ ഇങ്ങനെ പിന്നെ ഇതുള്ളപ്പോഴാണ് മറുഭാഗത്ത് പിന്നെ ജയലളിത ജയിലിൽ കിടന്ന് ചത്തിട്ടുണ്ട്. അതും ഇതുപോലെ വിചാരണ കോടതിയാണ്. അപ്പം പ്ലസും മൈനസും ഒക്കെ ഉണ്ട്. ജയിലിൽ കിടക്കാനുള്ള യോഗമുണ്ട് എന്നുള്ളതാണ്. അത് ഇനി ഇപ്പോഴാണോ അതോ ഈ 6 മാസം കഴിഞ്ഞിട്ടാണോ എന്നുള്ളത് മാത്രമേ നമ്മൾ തീരുമാനിക്കാനുള്ളൂ. ഏതോ ഒരു ജയിൽ വിജയിന് വേണ്ടി ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, പുള്ളിക്കാരൻ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഈ ജയിലിലെ തടവ് പുള്ളികൾക്ക് ഇത്രയധികം വേതന വർധനമൊക്കെ വരുത്തിയത് അതെന്ന് വേണേലും പറയാം. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ മകൾക്ക് ഇനി ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പറ്റില്ല. മകൾ അടപടലം തീർന്നു. ഇതിൽ പറഞ്ഞ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ. മകൾക്ക് ഇനി രക്ഷയില്ല. അവരെ അഴിയണ്ടു എന്നുള്ളത് ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. അച്ഛന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ളത് ഓർക്കുമ്പം ദയനീയമാണ്. പക്ഷേ അവർക്ക് ഇനി രക്ഷപ്പെടാനുള്ള ഒരു പഴുതുമില്ല. കാരണം അവരുടെ വീട്ടിൽ നിന്ന് ഒരു ഐഫോണും എന്ന് മാത്രമല്ല, ഡയറി, ചുമന്ന കവറുള്ള ഡയറിയിലെ ആദ്യത്തെ 1 മുതൽ 9 വരെ പേജും ഒരു A4 സൈസ് ലൂസ് ഷീറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇവർ പണം മേടിച്ചവർ കൊടുത്തവർ ഇവരുടെ എല്ലാവരുടെയും അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വളരെ എളുപ്പമായിരുന്ന കാര്യം. ഇനി ഐഫോണിനകത്തുനിന്ന് അവർ ഈ പിന്നെ ശശിധരൻ കടന്നയ്ക്ക് അയച്ച ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ് മുഴുവൻ അവർ അതിനകത്തുനിന്ന് റിക്കവർ എടുക്കുകയും ചെയ്യും. ജനുവരി 2017 മുതൽ ഒക്ടോബർ 2017 വരെയുള്ള കാലഘട്ടത്തിൽ ഇൻവോയ്സ് പോലും ചെയ്യാതെ 45 ലക്ഷം രൂപ മേടിച്ചു എന്നുള്ളതും കണ്ടുപിടിച്ചിട്ടുണ്ട്. ചെളി നീക്കം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതായത് ചെളി തന്നെയാണ്, ഒരു കണക്കിന് ചെളിയാണ്. മകളുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. അല്ല, അത് വരും. ഞാൻ ഈ പറഞ്ഞില്ലേ, നമ്മളൊക്കെ സാറൊക്കെ നിയമത്തിന്റെ പിൻബലം പറ്റി പറയുമ്പോൾ ഞാൻ ഈ പ്രപഞ്ച സത്യത്തിൻ്റെ ഇതും കൂടെ വെച്ച് പറയും, പ്രപഞ്ചശക്തിയുടെ. അപ്പോൾ അതിൽ വരുമ്പോൾ ഈ പുത്രി ദുഃഖം എന്ന് പറയുമ്പോൾ വലിയൊരിതാണ്. അതായത് കോടിയേരിയുടെ ഒരു ആത്മാവിൻ്റെ ഒരു തേങ്ങൽ ഇപ്പോഴും അന്തരീക്ഷത്തിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനെ ജയിലിലടച്ചപ്പോഴൊക്കെ നിഷ്കരണം തള്ളിക്കളഞ്ഞവരാണ് ഈ വിജയൻ. അപ്പോൾ വിജയന്റെ മകൾക്കും വിധി എന്ത് തന്നെയായിരിക്കും. അത് പ്രപഞ്ച സത്യം തന്നെയാണ്. വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത ഉണ്ടാവാനുള്ള സാധ്യത, ഞാനൊക്കെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് മകൾ ജയിലിൽ കിടക്കുമ്പോൾ പുറത്തു പോയി ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് വിജയൻ ഇരിക്കുമെന്നാണ്. പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നുന്നത് അച്ഛനും മകളും മിക്കാറും ഒരു സെല്ലിലേക്ക് പോകാനുള്ള. അല്ല, അങ്ങനെ ജയിലിലേക്ക് ആക്കില്ല. അല്ല, വനിതാ ജയിൽ വേറെ. അതെ. അപ്പം വനിതാ ജയിലിൽ മകളും പുരുഷ ജയിലിൽ അച്ഛനും എന്നുള്ളതും ഒരു പക്ഷേ സംഭവിച്ചുകൂടായികയില്ല. കാരണം എന്ന് വെച്ചാൽ കർമ്മഫലം എന്ന് പറയുന്നത് അതൊരിക്കലും മാറ്റാൻ കഴിയില്ല. ഏതൊക്കെ രീതിയിൽ സ്വാധീനിച്ചാലും, ആരെയൊക്കെ സ്വാധീനിച്ചാലും കർമ്മഫലം അനുഭവിക്കാതെ വിജയനും വീണയ്ക്കും പോകാൻ കഴിയില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. മാത്രമല്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള, കേരളത്തിൽ ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ പാർട്ടിയുടെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറും അദ്ദേഹത്തിൻ്റെ മകളും 2 ജയിലിലാണെങ്കിലും കിടക്കുന്നു എന്ന് പറയുന്നതും CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ റെക്കോർഡായിരിക്കും. അഭിമാനം കൂടിയാണ് അവർക്ക്. അല്ല, അവർക്ക് വാദിക്കാമല്ലോ. അതായത് BJP സർക്കാർ ഈ ഭരണം മാറിയതോടുകൂടി വാദിക്കാൻ പോകുന്ന എങ്ങനെയാണെന്നറിയാം. അവരിപ്പോൾ വാദിക്കാൻ പോകുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് CPM-ന്റെ ചരിത്രത്തിൽ പിന്നെ CPM-ന്റെ നേതാക്കന്മാർ
ജയിലിൽ കിടന്നിട്ടാണ് ഈ പാർട്ടിയെ വളർത്തിയത് എന്നുള്ളതാണല്ലോ അവരുടെ വാദം. അപ്പൊ അതുകൊണ്ട് ഈ വിഷയം വരുമ്പോഴും ജയിലിൽ കിടക്കുന്നത് അവരുടെ വളർച്ചയുടെ ഒരു ഘട്ടമായിട്ട് ചിലപ്പോൾ അവർ പറഞ്ഞില്ല. പാർട്ടി സെക്രട്ടറി മാത്രമല്ല, ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയുടെ ആയിരുന്ന മുഖ്യമന്ത്രിയുടെ, ഞങ്ങളുടെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ മകളും കൂടി ഈ പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തു. പാർട്ടിയുടെ ചരിത്രത്തിൽ പുതിയൊരു ഏടായിട്ട് ഇതൊന്നും കൂടെ നമുക്ക് പറഞ്ഞു പോകണം. സാറിനെ വന്ന് അറസ്റ്റ് ചെയ്തല്ലോ പോലീസ്. എങ്ങനെയായിരുന്നു അങ്ങോട്ടുള്ള പോക്ക് എറണാകുളത്തേക്ക്? നമ്മളത് ഇതെന്തുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇത്ര സന്തോഷിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ അന്ന് അനുഭവിച്ച ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട് ചെയ്യാത്ത കുറ്റത്തിന്. ഇയാളുടെ ഈ തെമ്മാടിത്തരങ്ങൾ തുറന്നു കാണിച്ചതിൻ്റെ പേരിൽ. സാർ എങ്ങനെ ഉണ്ടായിരുന്നു സാറേ ആ ഒരു യാത്ര? അല്ല, ഞാൻ പറഞ്ഞ എനിക്കുന്നത് ഏതാണ്ട് ഞാൻ ഈ ആലോചിക്കുന്നത് അതുപോലെ മകളും അതുപോലെ അച്ഛനും പോകുന്നത് നമ്മൾ അധികം താമസിക്കാതെ ഇനി കാണേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിണറായി വിജയൻ 2 പോലീസുകാരുടെ നടുവിലിരുന്ന് ഏതെങ്കിലും ഒരു ജയിലിലേക്കോ, പൂജപ്പുര ജയിലിലേക്കോ, വിയ്യൂർ ജയിലിലേക്കോ ഒക്കെ പോകുന്നത് നമ്മളിനി അധികം അതെ അവിടെ ചെല്ലുമ്പോൾ ലിഫ്റ്റ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പോലീസുകാരുടെ നിന്ന് പച്ചച്ചെറിയ കേൾക്കാനുള്ള സാധ്യത നമുക്ക് തള്ളാൻ കഴിയില്ല. അതുകൊണ്ട് വിജയൻ ജയിലിൽ പോകുന്ന ഒരു കാലം അധികം ഇനി താമസിക്കില്ല എന്നാണ് ഈ പുതിയ ഡെവലപ്മെൻറ്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയൻ മുഖ്യമന്ത്രി പോലും അല്ലാത്തത് കൊണ്ട് വിജയനെ സംരക്ഷിക്കാൻ ഒരാളും കാണത്തില്ല എന്നുള്ള കാര്യവും കൂടി ഒരുപക്ഷെ നമ്മൾ കാണേണ്ടി വരും. തീർച്ചയായും. കാരണം ഈ ദൈവം ഓരോരുത്തരെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവരുടെ തലയിലൊരു എഴുത്തെന്ന് പറഞ്ഞൊരു വിശ്വാസമുണ്ട്. ആ തലയിൽ എഴുതി വിടും, ഇതാരാവണം, ഇത് സുമേഷ് ആവണം, ഇത് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ആവണം എന്ന് എഴുതി വിടുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ ഏതോ കള്ളൻ മണിയമ്പിള്ളയോ അതുപോലെ ചാൾസ് ശോഭരാജോ ഒക്കെ ആകാൻ, വീരപ്പനോ ഒക്കെ ആകാൻ വേണ്ടി എഴുതി റെഡിയാക്കി വെച്ചിരുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ചെന്ന് കയറി ഇദ്ദേഹത്തിന് വിജയൻ എന്നും പറഞ്ഞ് എഴുതി ഇങ്ങോട്ട് വിട്ടത്. പക്ഷേ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ആ പറയുന്ന മണിയമ്പിള്ളയുടെയും ശോഭരാജിൻ്റെയൊക്കെ സ്വഭാവമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും വിജയൻ പോകുന്ന ദിവസം വിജയൻ ജയിലിലേക്ക് തന്നെയാണ്. കാരണം ഇത്രയധികം രാഷ്ട്രീയ നേതാക്കളിവിടെയുണ്ട്. ഇതുപോലെ കള്ളത്തരം കാണിക്കുന്ന മറ്റൊരു നേതാവ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നിയമസഭയിൽ അന്ന് മാത്യു കുഴൽനാടൻ ചോദിച്ച സമയത്ത് ഇയാളുടെ അഭിനയം എന്തു നല്ലൊരു അഭിനയമായിരുന്നു. എന്തൊരു ഇതായിട്ട് മകളെക്കുറിച്ച് പറഞ്ഞാൽ അങ്ങ് തളർന്നു പോകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് 2 കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഒരു അഭിനയമാണ് അയാൾ കാഴ്ചവെച്ചത്. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഞാൻ ഇനിയും പ്രതിപക്ഷ സ്ഥാനത്ത് തുടരണം. കാരണം ധാർമ്മികത എന്നുള്ളത് അയാൾക്കില്ല. എങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് അയാൾ തുടരണം. അന്തംഗമികൾ ഇനിയും ന്യായീകരിക്കണം. പക്ഷേ പിണറായി വിജയൻ്റെയും മകളുടെയും പോക്ക് എന്തായാലും അവർ ചെയ്ത പ്രവൃത്തികളുടെ ഫലം അനുസരിച്ച് ജയിലിലേക്ക് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുവരെ നമുക്കും കാത്തിരിക്കാം.